10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ തൊട്ട് മുടി നീട്ടി വളർത്താൻ തുടങ്ങിയിരുന്നു ജൂവിൻ രാജു. സ്റ്റൈലായി നടക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അത്. ചികിത്സയ്ക്കിടെ മുടി നഷ്ടപ്പെടുന്ന ക്യാൻസർ രോഗികൾക്കായി വിഗുകൾ ഉണ്ടാക്കാൻ ദാനം ചെയ്യാനായിരുന്നു. കരുണയുടെ കരം പറ്റാവുന്നവർക്കെല്ലാം നീട്ടുന്ന കുടുംബത്തിൽ ജനിച്ച ജൂവിനും ആ നല്ല മനസ്സ് സ്വാഭാവികമായി വന്നതാണ്. അമ്മ ബീന ആളൂർ സെന്റ് ജോസഫ് പള്ളിയിലെ പാലിയേറ്റീവ് കെയർ അംഗവും നേത്രദാന കമ്മിറ്റിയിലെ സജീവ പ്രവർത്തകയുമാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു സൗദിയിൽ മെക്കാനിക്കായി ജോലി ചെയ്തിരുന്ന അച്ഛൻ രാജു. മുത്തച്ഛനും ആളൂർ പഞ്ചായത്തിലെ നേത്രദാന സേനയുടെ സജീവ പ്രവർത്തകൻ. അതുകൊണ്ടുതന്നെ ജൂവിന്റെ വിയോഗം തന്ന തീരാവേദനയിലും കാരുണ്യത്തിന്റെ കരം നീട്ടാനും ജീവനെന്ന മഹാദാനത്തിനും ആ കുടുംബം തീരുമാനിച്ചപ്പോൾ ആളൂരുകാർ ഞെട്ടിയില്ല. അവർ കൈകോർത്ത് ആ കുടുംബത്തിനൊപ്പം നിന്നു. ബീനയെയും രാജുവിനെയും ചേർത്തു പിടിച്ചു. സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ നിന്നും TC വാങ്ങി കൂട്ടുകാരനുമൊത്ത് മടങ്ങും വഴി ഇക്കഴിഞ്ഞ 15ാം തീയതിയാണ് ബീനയുടെയും രാജുവിന്റെയും ജീവിതത്തിൽ തീരാ കറുപ്പ് പരത്തിയ അപകടമുണ്ടായത്. പോട്ട 3 പീടിക സംസ്ഥാനപാതയിൽ ആളൂർ കതറിച്ചിറയ്ക്ക് സമീപത്ത് വെച്ച് ജൂവിനോടിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ മറ്റൊരു വാഹനമിടിച്ചു. ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചെങ്കിലും ജൂവിൻ നിത്യതയിലേക്ക് മടങ്ങി. മകൻ മറ്റുള്ളവരിലൂടെ ജീവിക്കട്ടെ എന്ന് ബീനയും രാജുവും തീരുമാനിച്ചു. ജൂവിന്റെ ഒരു വൃക്ക കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, മറ്റൊരു വൃക്കയും ഹൃദയവും പാൻക്രിയാസും എറണാകുളം ലിസി ആശുപത്രിയിലേക്ക്, കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കരൾ, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ നേത്രാശുപത്രിയിലേക്ക് 2 കോർണിയകൾ. മറ്റുള്ളവർക്ക് നല്ല ജീവിതത്തിനുള്ള അവസരം നൽകി ജൂവിൻ മടങ്ങിയപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു രാജഗിരി ആശുപത്രി. മഹാവേദനയിലും അവയവദാനത്തിന് തയ്യാറായ കുടുംബത്തിന്റെ മഹാത്യാഗത്തിന് ആരോഗ്യമന്ത്രി K മുരളീധരൻ നന്ദി പറഞ്ഞു. സർക്കാർ സ്ഥാപനമായ കേസ് ഓട്ടോ വഴിയാണ് അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. ജൂവിനി അങ്ങനെ മറ്റുള്ളവരിലൂടെ ജീവിക്കും എന്നും. Subscribe to One India and never miss an update.